നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്നേ ഗംഗാപ്രസാദിനെയും കൂട്ടി കാട്ടിൽ കൂടെ നടക്കണം അമലു. ആ സമയത്ത് അമലു പറഞ്ഞു, വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ആ വേലുവിന്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലെ കാണും, ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. പിന്നീട് ഗംഗാപ്രസാദിനോട് പറഞ്ഞു, അതെ വിനായകേട്ട, നമുക്ക് മുത്തിയമ്മയെ കാണാൻ പോയാലോ? മുത്തിയമ്മയെ കാണാൻ പോകാനായിട്ടോ? അതെ, കുറച്ച് ദൂരമുണ്ട്, ഒരു കുന്ന് കയറി പോണം. എന്നാ ശരി, നമുക്ക് പോവാന്ന് പറയണ. അല്ല വിനായകേട്ടന് ബുദ്ധിമുട്ടൊന്നുമില്ലോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറിയും കൂടെ പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു പരവേശവും കാര്യങ്ങളൊക്കെ അമലുവിനുണ്ടായി. അമലുവിന് തല ഇറങ്ങുന്ന പോലൊക്കെ തോന്നുകയാണ്. അപ്പോഴേക്കും വിനായകനോട് പറഞ്ഞു, എന്താണെന്നറിയില്ല വിനായകേട്ട, ആകെ പട തല ഇറങ്ങുന്നുണ്ട്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഈ ഇടയായിട്ട് ഭക്ഷണത്തോടൊന്നും ഒരു താല്പര്യവും തോന്നില്ല, ഭക്ഷണമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും മനം പുരട്ടലുണ്ടെന്ന് പറഞ്ഞു. ആ സമയം വിനായകനോർത്ത്, ഇതെന്താ പോലും, ഇനിയിപ്പം വല്ല പണിയും പറ്റിച്ചോ എന്നൊരു ചിന്ത വിനായകന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇത്തിരി ദൂരം കൂടെ അങ്ങ് നടന്നു. എന്നാലും മുത്തിയമ്മയുടെ അടുത്ത് പോകാന്നുള്ള തീരുമാനമായിരുന്നു അമലു എടുത്തെ. കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമലു ഛർദ്ദിക്കാൻ തുടങ്ങി. അമലുവിന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗംഗാപ്രസാദ് മനസ്സിൽ കരുതി, തൻ്റെ ഒരു കുഞ്ഞ് ഇവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്നാ തോന്നേ, അതിന്റെ ലക്ഷണങ്ങളെല്ലാം ഇവള് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഛർദ്ദിച്ചിട്ട് വന്ന് അമലു പറഞ്ഞു, വിനായകേട്ട പ്രശ്നമായെന്നാ തോന്നേ. എന്ത് പ്രശ്നം? അത് പിന്നെ വിനായകന്റെ കുഞ്ഞിന്റെ വയറ്റ് വഴുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സന്ദേഹമുണ്ട്. കാരണം കല്യാണത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് സംഭവിച്ച പോലെ എനിക്ക് തോന്നേ. എനിക്ക് ആകെപ്പാടെ പേടി തോന്നുന്നുണ്ട്. വിനായകേട്ടൻ അറിയാലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിനായകേട്ടൻ കൈവിടില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ഗംഗാപ്രസാദ് മനസ്സിൽ വിചാരിച്ചു, നിന്നെ ഞാൻ വിവാഹം കഴിക്കാനായിട്ടോ? ഒരിക്കലും ഇല്ലടി. എന്നെ കാത്തൊരു പെണ്ണ് ജയിലിലുണ്ട് സ്റ്റെഫി, അവളെ അല്ലാതെ വേറെ ഒരുത്തിയിടം കഴുത്തി ഞാൻ താലി അർത്താൻ പോകുന്നില്ല. അപ്പോഴേക്കും ഇതൊന്നും മനസ്സിലാക്കാതെ അമലു പറഞ്ഞു, വിനായേട്ട എന്നെ കൈവിടല്ല, വിനായേട്ടന്റെ കുഞ്ഞല്ല എന്റെ വയറ്റിലുള്ളത്, പിന്നെ അതിനെ നശിപ്പിക്കണമെന്ന് വിനായകേട്ടനോട് പറഞ്ഞേക്കരുത്, എനിക്കതൊന്നും ഒരിക്കലും സാധിക്കില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിനായകൻ അമലുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അമലുവിന്റെ ആശ്വാസമുണ്ട്. എങ്കിലും കല്യാണത്തിന് മുമ്പ് താൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരും അവസ്ഥ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളെ അമലുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അവളുടെ അഹങ്കാരത്തിന് നല്ല പണി തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അമലു ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. വേലുവിനിട്ട് പണി കൊടുത്തിട്ട് ഇവനെ സ്നേഹിച്ച് കഴിയുമ്പോൾ തനിക്കിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്നുള്ള കാര്യം. വിനായകൻ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, തന്നെ ഉപേക്ഷിച്ചിട്ട് വിനായകൻ ഒരിടത്തും പോകത്തില്ലെന്ന്. ആ സമയം ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു, ഞാനൊരു ക്രിമിനലാന്നുള്ള കാര്യം നിനക്കറിയത്തില്ല, അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു കാരണവശാലും നീ എന്നോടൊപ്പം കൂടില്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം മോളെ. പക്ഷെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തിട്ടുണ്ട് എന്നൊക്കെ ഗംഗാപ്രസാദ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. അതേസമയം രൂപയും കല്യാണി കിരണും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രൂപ അകത്ത് പോയിട്ട് കുറച്ച് ആഭരണം എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ വെക്കുകയാണ്. പിന്നീട് കല്യാണി ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കണം. കല്യാണി പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് അമ്മയെ കാണാനായിട്ട്. ആ സമയത്ത് ശാരി പറഞ്ഞു, അല്ല രൂപ, ഇത്രയൊക്കെ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സ്വർണത്തിന് ഈ തീ പിടിച്ച വിലയുള്ള സമയത്ത്? അതെന്താ ശാരി, നിനക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചന്ദ്രസേനൻ ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാന് കല്യാണിയുടെ ചേച്ചിക്ക് ഞങ്ങളായിട്ട് വാങ്ങിയതാ, കാർത്തിക്ക് വേണ്ടി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എന്തേലും കൊടുക്കണമല്ലോ, അത് ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല. കല്യാണിയെ പോലെ തന്നെ ഞങ്ങൾക്ക് കാർത്തിയമ്മോളും. അത് കേട്ടതും കിരൺ പറഞ്ഞു, എന്താ ആന്റിയുടെ ആ പഴയ സ്വഭാവം തലപൊക്കി തുടങ്ങിയോ? ആന്റിക്ക് അസൂയ ഉണ്ടാവും, അത് സ്വാഭാവിക. ആ പഴയ സ്വഭാവം ഇത്തിരിയെങ്കിലും ഉള്ളിലുള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആന്റിക്ക് തോന്നുന്നത്. ചന്ദ്രസേനൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്കോ നിന്റെ മകൾക്കോ നിന്റെ കൊച്ചുമോൾക്കൊന്നും ഇതുവരെ ഈ കുടുംബത്തില് ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. രൂപ പറഞ്ഞു, നിനക്കൊരു പേടി കാണുമായിരിക്കും, ഉള്ളതെല്ലാം അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും അല്ലേ? നിന്റെ കൊച്ചുമോളെ നല്ല ഭംഗിക്ക് തന്നെ ഞങ്ങൾ വളർത്തി വലുതാക്കി കെട്ടിച്ചു വിടും. എടുപ്പത് സ്വർണം കൊടുത്തേ വിടത്തുള്ളൂ. ആ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ട. പിന്നെ അവൾക്ക് കൊടുക്കുമ്പോൾ നിനക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ, നിന്റെ കൊച്ചുമോളാണല്ലോ അല്ലേ അത്. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ആന്റിയുടെ മനസ്സിലുള്ള ഈ ചിന്താഗതികളൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ആന്റിയെ നോക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കല്യാണി പറഞ്ഞു, ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വെറുക്കും. ജോ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിനക്ക് സ്വന്തം എന്ന് പറയാൻ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ശാരി? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഒന്ന് കരുതി വളർത്തിയ മകള് പോലും നിനക്ക് അന്യാണ്, പിന്നെ ആരുണ്ട് നിനക്ക്? ഈ പറയുന്ന ഞങ്ങളൊക്കെ അല്ലാതെ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഞങ്ങളോടൊപ്പം നിൽക്കുവാണെങ്കിൽ നിനക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, എന്റെ നാവൊന്ന് പിഴച്ചു പോയതാ. കല്യാണി പറഞ്ഞു, ആ നാവിനെ അടക്കി നിർത്താനായിട്ട് പഠിക്കണം, അതാ ചെയ്യണ്ടേ, അല്ലാതെ പകരം ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയല്ല ചെയ്യണ്ടേ.
ആ സമയം ശാരി പറഞ്ഞു, സോറി, എല്ലാവരും എന്നോട് ക്ഷമിക്കുക, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് ശാരിയും കൂടെ കയറിപ്പോയി. ആ സമയത്ത് രൂപ കല്യാണിന്റെ കഴുത്തിൽ ഓരോ ആഭരണങ്ങളൊക്കെ വെച്ച് നോക്കി. ആ സമയം കല്യാണി പറഞ്ഞ്, ഒന്നിനൊന്നും ബെറ്റർ അല്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മോളെ, നീ ഇതുപോലെ ആഭരണമൊക്കെ ധരിച്ചു വേണം കേട്ടോ കാർത്തികയുടെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കാനെന്ന് പറഞ്ഞു. അത് കേട്ടതും കല്യാണി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, എടാ കിരണേ, നീ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആ തേനുണ്ടായിരുന്നല്ലോ, അത് എവിടുന്നാ അത്? അതിന് ഡിമാൻഡ് കൂടുതലാ, ആവശ്യക്കാർ ഏറെയുണ്ട്. എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു ഇനി അത് കൂട്ട് കിട്ടുമോന്ന്. നമുക്ക് സംഘടിപ്പിക്കാച്ചാ. വേലുവാണ് അത് കൊണ്ടേ തരുന്നേ, കാടിറങ്ങി വന്ന് അവൻ കൊണ്ടേ തരുന്ന. ഇനി അവൻ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് കാട്ടിലേക്ക് കയറി പോന്നേ, അവനോട് പോയി വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. അതൊന്നും ഓർത്ത് അച്ഛനെ ടെൻഷൻ അടിക്കണ്ട, ആവശ്യത്തിന് മിച്ചം തേനൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം എന്നൊക്കെ കിരണും പറഞ്ഞു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈജു രതീഷിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവർ സംസാരിക്കണ സമയത്ത് രതീഷ് പറഞ്ഞു, അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം വേലുവിനോട് വാങ്ങിച്ച തേനിന് നല്ല ഡിമാൻഡാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബൈജു പറഞ്ഞു, അത് ശരിയാ, എന്നോടും ചോദിച്ചെന്ന് പറഞ്ഞ ആൾക്കാര്, നമുക്ക് കുറച്ച് തേൻ മേടിക്കണം എന്ന് പറയണം. അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, അതിനിപ്പോൾ വേലു വരണ്ടേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം. അവനെ വിളിച്ചാൽ കിട്ടുമോ? അവിടെ ഫോണൊന്നും റേഞ്ചൊക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ അവനെ വിളിച്ചാൽ കിട്ടുമെന്ന് പറയണം. അങ്ങനെ വേലുവിനെ വിളിച്ചു. വേലുവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ വേലു ചോദിച്ചു, എന്താ രതീഷ് ചേട്ടാന്ന് ചോദിക്കണം. അതെ, കുറച്ച് തേൻ വേണമായിരുന്നല്ലോ. വേലു എന്ന് പറയണ, തേനോ? അത് പിന്നെ അല്ല, ഇല്ലേ, തേനില്ലേ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് വാങ്ങിച്ചോളാം, വേലു ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല, ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കുറച്ച് വിളഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് പറയണേ. വിളഞ്ഞ് നിൽക്കുന്നുണ്ടെന്നോ? അല്ല, തേനെടുക്കാൻ പാകത്തിനായിട്ട് നിൽക്കുന്നുണ്ടെന്ന്. ഞങ്ങള് വിളഞ്ഞു നിൽക്കാന്ന് പറയുന്നത്. ആ, മനസ്സിലായി. അതെ, ഒരു കാര്യം ചെയ്യുക, നീ അതെല്ലാം ശേഖരിച്ചു വെക്ക്, ഞങ്ങള് ഒരു ദിവസം നോക്കി അങ്ങോട്ടേക്ക് വരാം. അന്ന് നിന്റെ നിന്ന് തേൻ കൂടുതൽ വാങ്ങിയില്ലേ കിരൺ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിരൺ സാറിനും കൂട്ടി ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് പറയണം. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നീട് രതീഷ് ബൈജുവിനോട് പറഞ്ഞു, ബൈജു, കാര്യങ്ങളൊക്കെ ഓക്കെയാ, നമ്മളും കൂടി ചെന്നാൽ മതി, ഇഷ്ടം പോലെ തേനുണ്ട് അവിടെ, നമുക്ക് ആവശ്യത്തിന് വെച്ച് നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബൈജു പറഞ്ഞു, അതും ശരിയാ. ആ സമയം രതീഷ് പറഞ്ഞു, അങ്ങനെ നല്ല തേനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അടിമാലി ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ കാണും കാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ എടുത്തോണ്ട് വരുന്ന തേനെ. പക്ഷെ അത് പുറത്ത് കടയിൽ എത്തിക്കഴിയുമ്പോൾ അത് നല്ല മായം ചേർത്തായിരിക്കും അവർ വിൽക്കുന്നേ, നമുക്ക് ഒറിജിനലായിട്ടൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അത് ശരിയാ, ഇതിപ്പോ നമുക്ക് അങ്ങനെയല്ലോ, നല്ല ഫ്രഷ് തേൻ തന്നെയല്ലേ കിട്ടുന്നേ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് പോയി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കല്യാണിയും രൂപയും കൂടെ ലക്ഷ്മിയും കാർത്തികയും കാണാൻ ചെല്ലുവാണ്. അങ്ങനെ രൂപ കുറെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ ചെന്നിട്ട് ആഭരണങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു, എന്തിനാ രൂപ ഇതൊക്കെ വാങ്ങിയത്, ഇവൾക്ക് ആവശ്യത്തിന് വെച്ചുണ്ടല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെയും ചന്ദ്രേട്ടന്റെ വകയായിട്ട് എന്തെങ്കിലും തരണ്ടേ, ഞങ്ങളുടെ മോള് തന്നെയല്ലേ കാർത്തിക, അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയതാ. കല്യാണി പറഞ്ഞു, ഞങ്ങളുടെ വീതമുണ്ട്. അത് കേട്ടപ്പം ലക്ഷ്മിയും പറഞ്ഞു, ഞങ്ങളങ്ങനെ അനാവശ്യമായിട്ട് അധികം പണമൊന്നും ചെലവാക്കാറില്ല, അതുകൊണ്ട് ആവശ്യത്തിന് മിച്ചം പണം കയ്യിലുണ്ട്. പിന്നെ ഇവൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല, കാരണം വേണ്ടതല്ല നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആ സമയം കാർത്തിക പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം കാർത്തിക ഫുഡ് പ്രോഡക്ട്സ് ഒന്നുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കിരണ് കല്യാണിയുടെ സഹായം കൊണ്ട് മാത്രം. പക്ഷേ എങ്കിലും അങ്ങനെ സഹായിച്ചെങ്കിലും അതിലൊരു ലാഭവിഹിതം പോലും ഇവർ ഇതുവരെയായിട്ടും വാങ്ങിയിട്ടില്ല. കല്യാണി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി, ഞങ്ങളുടെ കമ്പനി ആണെങ്കിലും ഇപ്പം കൺസ്ട്രക്ഷൻ കമ്പനി നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആവശ്യത്തിന് മിച്ചം വരുമാനമുണ്ട്. അത് മാത്രമല്ല പല വർക്കുകളും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. പണത്തിന് എന്തിനും ബുദ്ധിമുട്ടില്ല, ചേച്ചിയുടെ കല്യാണം നല്ല അതിഗംഭീരമായിട്ട് നടത്തണം, അതെൻ്റെ അമ്മയുടെ ആഗ്രഹം കൂടെ ആയിരുന്നു. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയത്ത് ലക്ഷ്മി അമ്മ പറഞ്ഞു, ആകെപ്പാടെ ഉണ്ടായിരുന്നൊരു പേടിയാ ഗംഗാപ്രസാദായിരുന്നു. രൂപ പറഞ്ഞു, ഇനിയിപ്പം അവനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട, അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് കിരണം, അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട, അവൻ വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എന്നാലും പേടിക്കേണ്ട കാര്യത്തിന് പേടിച്ചല്ലേ മതിയാവുള്ളൂ. കല്യാണി പെട്ടെന്ന് പറഞ്ഞു, ദേ കാർത്തേച്ചി, അന്ന് ഞാൻ കൊണ്ടുവന്ന് സാരി ഉടുത്ത് കണ്ടില്ല, ചേച്ചി ഒരു കാര്യം ചെയ്യുക, ആ സാരി ഉടുത്ത് ഈ ആഭരണങ്ങളൊക്കെ ഇട്ടോണ്ടെന്ന് വരണം, ബാ ചേച്ചിനെ ഞാനൊന്ന് ഒരുക്കി നോക്കാം, ഇങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്നും പറഞ്ഞ് അങ്ങോട്ട് മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇപ്പോഴവളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ കാണുന്നേ, ആദ്യം ഒന്നും കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു, പിന്നെ ഇപ്പം ആ ഗംഗാപ്രസാദ് തീർന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ദിലീപ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ആശ്വസിപ്പിക്കാറൊക്കെ ഉണ്ട്. രൂപ പറഞ്ഞു, അതൊരു നല്ല കാര്യം തന്നെയാന്ന് പറയാണ്. പിന്നീട് വേലു നേരെ മൂപ്പൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും മൂപ്പൻ ചോദിച്ചു, നീ ഇതെങ്ങോട്ടാടാ, കുറച്ച് തേനും കൂടെ ശേഖരിക്കേണ്ട, അതിന് അടുത്ത മാസമല്ലേ നീ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. അതെ, കുറച്ച് ആവശ്യക്കാർ വന്നിട്ടുണ്ടെന്ന് പറയാണ്. എടാ അതിന് തേനുണ്ടോ? തേൻ പോയി എടുത്തോണ്ട് വരണം.
അല്ല അപ്പൊ നീ വീണ്ടും നാട്ടിലേക്ക് പോവാണോ? അല്ല അവരിങ്ങോട്ടേക്ക് വന്നോളൂ. എടാ അങ്ങനെ അറിയത്തില്ലാത്ത ആൾക്കാരെ ഒന്നും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതങ്ങനെയൊന്നും അല്ല മാമ, എനിക്ക് അറിയാവുന്ന ആൾക്കാരാ, അവര് വന്നാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് കുഴപ്പമില്ല, നീ പോയിട്ട് വരെ, നീ കുറെ അലയേണ്ടതായിട്ട് വരും. അലച്ചിനൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, ഞാൻ അലഞ്ഞോളാന്ന് പറയണം. അല്ല സത്യത്തിൽ നീ ഇപ്പൊ എന്തിനാ പോണേ? അമലിനെ വാച്ച് ചെയ്യാൻ പോകുന്നാണോന്ന് ചോദിക്കണം. അവളെ ഞാൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ, അവള് കൈവിട്ട് പോയില്ലേ മാമ. വെറുതെ അനാവശ്യം പറയരുത്. നിനക്ക് ആ കൊച്ചിനെ അവളെ വെച്ച് സംശയം, അതാ നിന്റെ പ്രശ്നം. പക്ഷെ എങ്കിൽ അവനാണൊരു പാവ. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവന്റെ വയ്യായിക മാറിക്കഴിഞ്ഞപ്പോ അവൻ അങ്ങോട്ട് പോയിക്കോളും. പിന്നെ എനിക്ക് ഓരോ ഉറപ്പുണ്ട്, അവനും അവളും ഒരിക്കലും തെറ്റ് ചെയ്യില്ലാന്ന്. പക്ഷെ നിനക്കാ വിശ്വാസം ഇല്ലാത്ത. ഇത് കേട്ടതും വേലുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വേലു പറഞ്ഞു, അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണടച്ച് ആരെയും വിശ്വസിക്കേണ്ട മാമാന്ന് പറയണം. ഒന്ന് പോടാ അവിടുന്ന്, എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നീട് വേലുവിനോട് പറഞ്ഞു, അതെ പള്ളിപ്പെരുന്നാൾ വരാൻ പോവാ. ആ സമയത്ത് നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. 10 ദിവസം, ആ 10 ദിവസം നീ തന്നെ വേണം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. കാരണം ആ കൊച്ചിന് വയ്യാത്തോണ്ട് ചിലപ്പോൾ അമല് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ നീ വേണം നോക്കാനെന്ന് പറയാം. അപ്പോഴേക്കും വേലുവിന്റെ ഒരു കാര്യം മനസ്സിലായി. ആ 10 ദിവസം കൊണ്ട് തന്റെ ഭാര്യയാൻ പോകുന്നവളെ മിക്കവാറും ആ കശുവലൻ അവൻ തട്ടിയെടുക്കും. അത് പാടില്ല, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മൂപ്പൻ പറഞ്ഞു, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി എന്താന്ന്. നിനക്ക് വീണ്ടും സംശയം തുടങ്ങിയില്ലേ? ഒന്നും മറുപടി ഒന്നും പറയാതെ വേലു കാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ഗംഗാപ്രസാദ് അമലുവിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുക. അമലു പറഞ്ഞു, ഒരു കണക്കിന് നല്ല കാര്യമായി വിനായകൻ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേ. അതുകൊണ്ടല്ലേ എനിക്ക് വിനായകൻ ചേട്ടൻ കാണാനും ഇങ്ങനെ അടുത്തിടപഴകാനും ഒക്കെ പറ്റിയത്. പോകുമ്പോ എന്നെയും കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമല്ലേ? കൊണ്ടുപോകുമെന്ന് പറയണേ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വേലു തേൻ നോക്കി അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ വരണ സമയത്ത് ചെറിയൊരു സംസാരം കാര്യങ്ങളും കേൾക്കുകയാണ്. വേലു നോക്കിക്കഴിയുമ്പോഴത്തേനും ഗംഗാപ്രസാദ് അമലുവിന്റെ മടിയിൽ കിടക്കുന്ന കാഴ്ച കണ്ടത്. എൻ്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണിനെ അവന് നശിപ്പിച്ചാന്ന് തോന്നേ. അതൊക്കെ ഓർത്തോണ്ട് പെട്ടെന്ന് എടീന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി കഥയായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.